ആഡംബര വീടിനുള്ളിലും പുറത്തുമായി ജോബിൻ അഴിഞ്ഞാടുകയായിരുന്നു. മാനസിക വിഭ്രാന്തി സംശയിക്കുന്ന 23-കാരൻ മദ്യലഹരിയിലുമായിരുന്നു. ജനൽച്ചില്ലുകളും കതകുകളും വീട്ടുപകരണങ്ങളും തല്ലിത്തകർത്ത ഇയാൾ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലും കൈവച്ചു. കാറിന്റെ ചില്ലുകൾ അടിച്ചുടച്ചു. ഇരുചക്ര വാഹനവും തല്ലിത്തകർത്തു. പുതുവത്സര രാത്രിയിൽ 8:30 സംഭവം. ഗ്യാസ് സിലിണ്ടർ തുറന്ന ജനാല വഴി വാതകം ഉള്ളിലേക്ക് കടത്തിവിട്ടു. തീ വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു നമ്മൾ ചെല്ലുന്നത്. ആ വീട്ടുകാരുടെ ഈ പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ സഹോദരിയുടെ ഒക്കെ ജീവൻ നഷ്ടമാവുന്ന പോലെ തന്നെ രക്ഷാപ്രവർത്തകർ നമ്മുടെ പോലും ജീവൻ ഒരു അപകടം ആയേക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഗ്യാസ് ലീക്ക് ആയിട്ട് ആ ചുറ്റുപാട് നിറഞ്ഞിരുന്ന ഒരു അവസ്ഥയിലാണ്. ആരുടെയും ഭാഗ്യത്തിന് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ 3 ജീവനുകൾ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. സമീപവാസികളാണ് ഫയർഫോഴ്സ് സഹായം തേടിയത്. സേനാംഗങ്ങൾ എത്തുമ്പോൾ നാട്ടുകാരെല്ലാം വെറും കാഴ്ചക്കാരായിരുന്നു. എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ജോബിൻ അക്രമാസക്തനും. ഫയർഫോഴ്സ് സംഘാംഗങ്ങളെ കണ്ടതും ഇയാൾ അസഭ്യം വിളിക്കാനും തുടങ്ങി. ഇതിനിടെ യുവാവിന്റെ ശ്രദ്ധ തിരിച്ച സേനാംഗങ്ങൾ ഗ്യാസ് സിലിണ്ടർ നീക്കി. വാതിലുകൾ തുറന്ന് കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തി. ഇതിനിടെ യുവാവ് ഇരുട്ടിൽ മറഞ്ഞു. അക്രമത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ജോബിന്റെ പിതാവിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. വീട്ടുടമ കുടുംബസമേതം വിദേശത്താണ് ജോലി ചെയ്തു വരുന്നത്. അക്രമത്തിൽ പരാതിയില്ല എന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചതിനാൽ പോലീസ് ഇടപെട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.